ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധമായി കമ്പനി ജീവനക്കാർ. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ജീവനക്കാരനായ ഉണ്ണി ജീവനൊടുക്കാൻ കാരണമെന്ന് സഹപ്രവർത്തകർ പറയുന്നു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട്. നിതിൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിലുള്ളത്. കാരണം തങ്ങളുടെ സഹപ്രവർത്തകൻ 11 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല, ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ വിഷയത്തിൽ ഇനിയും അടങ്ങി നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഇവിടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മുന്നിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ നമുക്ക് കാണേണ്ടി വന്ന ചില ദയനീയമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കണം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. പേരെന്തായിരുന്നു ചേട്ടാ? എന്റെ പേര് സെയ്ദ് അബ്ദുറഹ്മാൻ. വീട് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ നിന്ന് ഇവിടേക്ക് വരുന്ന എറണാകുളത്ത് ഇരുമ്പനത്തേക്ക് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരികയാണ്, ട്രാക്കോയിൽ ജോലി ചെയ്യാൻ വരികയാണ്. അദ്ദേഹം ഇപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി സ്വിഗ്ഗിയിൽ ഓടുകയാണ്. അതായത് ഫുഡ് ഡെലിവറി സ്വിഗ്ഗിയിലും ബ്ലിങ്കിറ്റിലും ജോലി ചെയ്താണ് അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചെയ്യുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇപ്പം കാണുന്ന ഒരു ദയനീയ ചിത്രം സിഗ്ഗിയിൽ ഓടുന്നു, അതോടൊപ്പം ബ്ലിങ്കറ്റ് സൊമാറ്റോന്റെ പുതിയ കമ്പനി ഓടുകയാണ്. എങ്ങനെയാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ കൂടെ 96 ഞങ്ങൾ ഒരുമിച്ച് കയറിയതാണ്. നമ്മൾ ഒരുമിച്ച് 96 ഉണ്ണി ഞാനും ഒരുമിച്ച് കയറിയതാണ്. നല്ല എന്റെ കൂട്ടുകാരന് കഴിഞ്ഞ 2 ദിവസം മുമ്പും കൂടി എന്നോട് പറഞ്ഞതാണ്, സെയ്ദ് അബ്ദുറഹ്മാൻ ഇനി എത്ര വർഷമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ 71 അപ്പൊ എനിക്ക് ഇനി 2-3 വർഷം കൂടി ഉണ്ടെന്നാണ്. അങ്ങനെ പരമാവധി, അതായത് എനിക്കും പറയാനുള്ളത്, അവന് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവന് മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതറിയാം, അവൻ്റെതറിയാം. അപ്പോൾ അവന് പല ഇതിലും ഈ മിനിമം ഒരു ഇന്ത്യക്കാരൻ്റെ ഭായിമാരുടെ കൂലി പോലും ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഇത് ഓടിക്കിട്ടുകയാണെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ചെയ്യാണ്. ഒരു ബായിക്ക് കിട്ടുകയാണെങ്കിൽ എത്ര കിട്ടും? ഒരു 1500 രൂപ. ഞങ്ങൾ 96 കയറി 30 വർഷത്തോളമായി. ഈ 36 വർഷത്തിനിടക്ക് ഒരു 1000 രൂപ 1200 രൂപ അവർക്ക് നമുക്ക് ശമ്പളം. ഭായിമാരുടെ ശമ്പളമാണെങ്കിൽ 1500 കൊടുക്കണം. അവരെ കിട്ടൂല. ഞങ്ങൾ ഞായറാഴ്ച 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം. ഞായറാഴ്ച കയറും, ഫസ്റ്റ് കയറും. ഒരു ഭായിന് കിട്ടൂല. ഒരാളെ വിളിക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ രാത്രി കയറാൻ കിട്ടൂല. ഇത് ഫസ്റ്റ് ഷിഫ്റ്റിൽ ഇവിടെ വന്ന് കയറണം. ഞായറാഴ്ച രാത്രി കയറണം, തിങ്കളാഴ്ച ഷിഫ്റ്റ് തുടങ്ങി. അതിനങ്ങനെയും കഠിന അധ്വാനം ചെയ്യുന്ന കൂട്ടുകാരനായിരുന്നു ഞാനും ഉണ്ണിയും. ഞാൻ എല്ലാ മെഷീനും ഓടിക്കും, അവനും എല്ലാ മെഷീനും ഓടിക്കും. ഈ അവസ്ഥയിൽ അവന് ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കടുങ്കൈ ചെയ്തത്. ഇനിയും ഇതേമാതിരി ഉണ്ണികളെ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ്, നാട്ടിലെല്ലാം സർക്കാർ ജീവനക്കാരനാണ് അറിയപ്പെടുന്നത്. ആ വ്യക്തി ഇത്തരത്തിൽ സ്വിഗ്ഗിക്ക് വേണ്ടി ഓടുന്ന, അല്ലെ ബ്ലിങ്കറ്റിൽ ഓടുന്ന വീട്ടുകാരെല്ലാം അറിയും. വീട്ടുകാരറിയും, അറിയേണ്ടി വരും. അതിൽ പട്ടിണി കിടക്കാൻ പറ്റൂലല്ലോ. ഇതല്ല ഇതിന്റെ ആവശ്യം. നമുക്ക് ഈ നവകേരളം യാത്രയുമായിട്ട് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ബസ് അവിടെ കോഴിക്കോട് ഇട്ടിക്കാണ്. ഈ നവകേരള യാത്രയുമായിട്ട് ഇതിന്റെ നമ്മളെ കമ്പനിയുടെ കാര്യങ്ങൾ ചെന്നപ്പോൾ എന്താ പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ടതാണ്. നിങ്ങളെ ഈ മന്ത്രി പുട്ടടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇവിടെ ഈ സ്ഥലം ഏത് മനുഷ്യനും അറിയാം 6,40,000 രൂപക്കായിട്ട് കച്ചവടം ചെയ്യുന്നത്. അതിന്റെ കമ്മീഷൻ പോക്കറ്റിൽ വീണില്ലേ? അതെ, ഒരു സെന്റിനല്ല, ഒരു 6 എന്തായാലും സെന്റിന് അതെങ്ങനെയായാലും 6 ലക്ഷം രൂപ, 6,40,000. ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷം, 28 വർഷം കഴിഞ്ഞു. അവിടെ 10 വർഷം മുമ്പ് ചിറ്റേത്തുകരയിൽ 28 ലക്ഷം റുപ്യ, 30 രൂപ. ഞാൻ ഈ ഫ്ലാറ്റുകളിൽ കൂടിയൊക്കെ പോകണത് അവർക്കറിയാം. അവർ എല്ലാം പിന്നെ കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുത്ത് അവരെ കാര്യം നടത്തുന്നുണ്ട്. തൊഴിലാളികൾക്ക് ഇവിടെ ഇന്നേ വരെ ഞങ്ങളെ ആനുകൂല്യങ്ങൾ പലതും നഷ്ടപ്പെടുത്തുക. ക്യാൻറ്റീൻ ഒന്നുമില്ല. ഇവിടെ വന്ന് പോകണം, പൈസ അല്ല. എന്താ ചെയ്യണ്ടേ? ഞാൻ സ്വിഗ്ഗി ഓടിനു പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും പറയണം. അതായത് ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം സ്വിഗ്ഗി ഓടിയിട്ട് കിട്ടുന്നുണ്ടോ? അത് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ കിട്ടും. ഇവിടെ അധ്വാനിക്കാനും തയ്യാറാണ്. ഇവിടെ എങ്ങനെയല്ല, ഒരു മനുഷ്യന്റെ ആയുസിനാണ് വില. അവിടെ മണിക്കൂറുകൾക്കാണ് വില. അവിടെ മണിക്കൂറുകൾ കഴിയുമ്പോൾ പൈസ അതിനനുസരിച്ച് കയറും. ഇവിടെ ആയുസ് നഷ്ടപ്പെടുത്തി ജോലി ആയുസ് കഴിഞ്ഞപ്പോൾ ഇവിടെ റിട്ടയർഡ് ആയി പോയത് വേലാതൻ ചേട്ടനുണ്ട്. ഞാൻ അയാളെ പാല് മേടിക്കുന്നതാ. ഇപ്പൊ പശുവിനെ വളർത്തുന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇത്. എന്താ പറഞ്ഞ? അതായത് ഇവിടെ നിങ്ങൾക്ക് ജോലി ചെയ്ത് നിങ്ങളെ പുരുഷായുസ് മുഴുവൻ ഇവിടെ മാറ്റിവെച്ചിട്ട് കിട്ടാത്തതോ നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യേണ്ട ഒരു ഗതികേടാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ.
എന്ത് പറഞ്ഞാലും ഇവര് ഓരോരോ കാര്യം ഈ റേഡിയോത്തിന്റെ മാതിരിയാണ്. റേഡിയോ എങ്ങനെയായിരിക്കും, ഇങ്ങോട്ട് പറയുന്നത് ഇങ്ങനെ കേൾക്കുക, അങ്ങോട്ടൊന്നും ഉണ്ടായിരുന്നു. ആ അവസ്ഥയാണ് ഇന്നത്തെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടിക്കുന്നത്. അതായത് പിന്നെ ഈ സ്വിഗ്ഗി രസം നമ്മളെ പ്രേക്ഷകർ കൊണ്ടൊന്ന് കാണിക്കാം. ഇത് 2 ഡ്രസ് കൂടും. ഇന്നലെ അതാണെങ്കിൽ ഇന്ന് ഇതിപ്പോ അവിടെ ഓടിക്കഴിഞ്ഞു വരികയാണ്. ഇത് സ്വിഗ്ഗി, ഇതൊരു ബ്ലിങ്കിറ്റ്, 2 ഡ്രസ് കൂടും. ചേട്ടാ എങ്ങനെയാണ് ഇത് ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടാണോ പിന്നെ സ്വിഗ്ഗിയിലും ബ്ലിങ്കറ്റിലും? അത് മനുഷ്യന്റെ കൊണ്ട് കഴിയുന്ന പരമാവധി പലതും ചിലപ്പോൾ ഇവിടെ ഡ്യൂട്ടി ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് ലീവായിരിക്കും. ലീവ് എടുത്തിട്ട് കാലല്ലേ. ഞാൻ 96 മുതൽ ഞങ്ങളെ കഠിനമായ പീഡനം നടത്താണ്. 96 കയറിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പെർമനന്റ് ആക്കിയത്. അന്ന് മുതൽ ബസ് സ്റ്റാൻഡിൽ പേന വിറ്റിട്ട് ജീവിച്ചിട്ടുണ്ട്. കാർട്ടൂൺ പെട്ടി വിറ്റിട്ട് ഞാനും കൂട്ടുകാരനും. ഇപ്പൊ അവനൊക്കെ KSEBയിൽ സിവിൽ എഞ്ചിനീയറായി. എൻ്റെ കൂട്ടുകാരൻ അത് ഇവര് ഈ ഗവൺമെന്റ് തലത്തിൽ എന്ത് കാര്യങ്ങളും അവർ പുട്ടടിക്കുക എന്നല്ലാതെ നമുക്ക് ഈ തൊഴിലാളികളുടെ ആവശ്യത്തിന് ഒന്നും അവർ ചെയ്തു തരില്ല. ഇന്നേ വരെ ഏതെങ്കിലും കമ്പനിയിൽ ഇത്രയും പൈസ കുറഞ്ഞിട്ട് തൊഴിലാളികളെ കിട്ടൂല. അവർ കഠിനാധ്വാനം, ചൂടുള്ള സാധനം കൈ പൊട്ടിച്ച് ഇഷ്ടം കൊണ്ടിട്ടാണ് ഒരു സാധനം ഉണ്ടാവില്ല. ഇവർ എല്ലാറ്റിനും നമുക്കും വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി തരൂല. മാനേജ്മെന്റ് അവരെ അടിച്ചു മാറി 90 കോടിയൊക്കെ ഈസി ആയിട്ട് അറിയാനല്ല, നിങ്ങളൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇവിടെ ഈ തൊഴിലാളികൾക്ക് ഒന്നും തരാൻ അവർക്ക് തയ്യാറായില്ല. ഇനി ഇത് എന്താ ഈ മന്ത്രിന് ഈ 5 കൊല്ലത്തിന് വരുന്ന മന്ത്രിമാരാണ് നമ്മൾ ഈ 30-35 വർഷം നിൽക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്നത്. 35 വർഷം ഈ ആൾക്കാർ 2 കൊല്ലത്തിന് വരുന്ന മന്ത്രിമാര് ഓലാണ് തീരുമാനിക്കുക. നിങ്ങളെങ്ങനെ പോയിക്കോളി, ഇങ്ങനെ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട്. എന്താ അതിന്റെ കഥ? അതിര ദയനീയമായ അവസ്ഥ. അതായത് പൊതുമേഖല ജീവനക്കാരനാണ് ഇത്തരത്തിൽ സ്വിഗ്ഗിയിൽ പുറത്ത് ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ടി വന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാം ചിന്തിച്ചതിനപ്പുറം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് കേരളത്തിൽ ഇത്രത്തോളം ദയനീയ അവസ്ഥ ഉണ്ട് എന്നാണ് പുറലോകം അറിയുന്നത്. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ നവകേരളം സൃഷ്ടിക്കുന്നു, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് പോകുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം മന്ത്രിമാർ പറയുന്ന സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരന് പുറത്ത് ജോലി ചെയ്ത് സ്വന്തം കുടുംബം പോറ്റേണ്ടി വന്ന ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ സഹപ്രവർത്തകൻ ജീവനൊടുക്കുന്നു. വരും ദിവസങ്ങളിൽ ഇനി ആർക്ക് എന്നൊരു ചോദ്യമാണ് ഇവർക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. കാരണം അത്രത്തോളം ദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഇനിയെങ്കിലും സർക്കാർ സംവിധാനം ഇവർക്ക് നേരെ കണ്ണു തുറക്കണം. മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിരവധി ഉറപ്പുകൾ ഇവർക്ക് നൽകുന്നു. മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ നിരവധി ഉറപ്പുകൾ ഇവർക്ക് നിരവധി ചർച്ചകളിൽ നൽകുന്നു. തൊഴിലാളി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. MDയും മന്ത്രിയും ഇരുന്ന് അവിടെ ചർച്ച നടത്തുന്നു. പുറത്തേക്ക് ഇറങ്ങി ആ വാക്ക് മാറ്റുന്നു എന്നാണ് ജീവനക്കാർക്ക് പരാതിയായി പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ സങ്കടമായി അവർക്ക് മുന്നിൽ പങ്കുവെക്കാനുള്ളത്. മന്ത്രി നിങ്ങൾക്ക് ഈ സംഭവം ഉണ്ടായി, നിതിൻ കേൾക്കാമെങ്കിൽ, നിതിൻ, ഈ ഒരു സംഭവം ഉണ്ടായി അതിന് തൊട്ടടുത്ത സമയം തന്നെ മന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. ട്രാക്കോ കേബിൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തികച്ചും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവല്ലയിലെയും ഇവിടത്തെയും ഈ സ്ഥാപനങ്ങൾ തമ്മിൽ മെർജ് ചെയ്യിക്കുക, ഒപ്പം തന്നെ അതിലൊരു തരത്തിൽ ലാഭത്തിൽ നിൽക്കുന്നത് പിണറായിയിലെ മാത്രം ആ സംവിധാനം മാത്രമാണ് ലാഭത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 എണ്ണത്തെയും മെർജ് ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ തൊഴിലാളി ആത്മഹത്യ ചെയ്തിരിക്കുന്ന കാരണം അത് എന്താണ് എന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രതികരണമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമായി നൽകിയിരിക്കുന്നത്. മന്ത്രി രാജീവിന്റെ പ്രതികരണമാണോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും മന്ത്രി P. രാജീവ് നടത്തിയിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ട്രാക്കോ കേബിൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ്. ജീവനക്കാരന്റെ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ സ്ഥാപനം കഴിഞ്ഞ കുറേ നാളുകളായി നഷ്ടത്തിൽ തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മെർജ് ചെയ്യിക്കുക എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. തിരുവല്ലയിലെയും ഇവിടത്തെയും സ്ഥാപനങ്ങൾ തമ്മിൽ മെർജ് ചെയ്യിക്കുക എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഒപ്പം തന്നെ പിണറായിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനമുണ്ട്, അത് ലാഭത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ മരണം അത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് ഇവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നുള്ളതാണ് മന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ചേട്ടാ, മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം, ഈ മരണം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സാമ്പത്തിക നഷ്ടത്തിലാണ് ഇതെന്ന് മന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തതയില്ലെന്നാണ് മന്ത്രി രാജീവ് പറഞ്ഞു. പൊതുമേഖലാ സംരക്ഷണം എന്ന് പറഞ്ഞൊരു മാനിഫെസ്റ്റോയിൽ ഉണ്ടായിട്ടാണല്ലോ നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കും, പൊതുമേഖലകളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്.
അതിനൊക്കെ ഉപരിയായിട്ട് ഈ തൊഴിലാളി മരിച്ചതിനെയൊക്കെ കുറിച്ച് നമുക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയിട്ടില്ല, 11 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം വളരെ ശോചഗതിയിലാണ്. അതുകൊണ്ടാണല്ലോ അയാൾ ആത്മഹത്യ ചെയ്തത്, നമ്മുടെ സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഇനിയും ആത്മഹത്യ ചെയ്തത് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് കേട്ടെടുത്തോളം അദ്ദേഹം ഞങ്ങൾ കളമശ്ശേരി മണ്ഡലത്തിലാണ്. അദ്ദേഹത്തോട് ഞാൻ പല പ്രാവശ്യം പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞത് വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞത്, ട്രാക്കോ കേബിൾ. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞ നഷ്ടത്തിലാണ് ഈ കമ്പനി. തിരുവല്ലയിലെയും നഷ്ടത്തിലാക്കുന്ന കമ്പനികളെല്ലാം പുനരധിവാസം കൊടുക്കും, ഈ പൊതുമേഖലകളെല്ലാം സംരക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ ഒരു അധികാരത്തിൽ വന്നത്. ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ലോ അധികാരത്തിൽ. അങ്ങനെ ഈ മാനിഫെസ്റ്റോയില് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം വിൽക്കുമെന്ന് പറയണ്ടേ? അപ്പോൾ ഈ കേന്ദ്ര പൊതുമേഖലകൾ വിൽക്കുന്നതിനെതിരെ, കേന്ദ്ര പൊതുമേഖലകൾ ഓഹരി വിൽക്കുന്നതിനെതിരെ, ഉദാഹരണത്തിന് IOC, ഞാനിപ്പോൾ HP ഉപയോഗിച്ചുള്ള സംസാരിക്കണേ, IOC, CRL, BSNL, ഇതിനൊക്കെതിരെ ഒരുപാട് സമരം ചെയ്തേക്കണ ഒരു പോരാളിയാണ് നമ്മളുടെ മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി. ഈ വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് ട്രാക്കോ കേബിൾ അങ്ങോട്ട് വിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് കാര്യം? അത് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ പണ്ടത്തരമല്ലേ? വിറ്റ കാശ് മേടിക്കുകയാണെങ്കിൽ ബ്രോക്കറെ ഏൽപ്പിച്ചാൽ മതി, അല്ലാണ്ട് വേറെ ഒരു മന്ത്രിയും ഒരു ഇതൊന്നും വേണ്ട, വകുപ്പ് തന്നെ ആവശ്യമില്ല. വിറ്റ് കാശ് മേടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ബ്രോക്കർ ഉണ്ട്, ആ ബ്രോക്കറെ ഏൽപ്പിച്ചാൽ മതി. ഇത് 6 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് 40 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഇത് കൈമാറുകയാണെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. ഞങ്ങൾ വിൽക്കണില്ല, ഇത് കൈമാറുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യം ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളും ഈ സ്ഥാപനവും തൊഴിലാളികളുടെ കുടുംബങ്ങളും ഇവിടെ തന്നെ നിലനിൽക്കണം, അവരെ രക്ഷപ്പെടുത്തണം. അതിന് നമ്മളൊരു പുനരധിവാസം എന്ന് പറയുന്ന നിലയ്ക്ക് നമുക്ക് ഗവൺമെന്റ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ തരിക, നമ്മളുടെ നാളെ നമ്മുടെ കുട്ടികൾ ഇതിലെ പോകുമ്പോൾ എൻ്റെ അച്ഛനിവിടെ വർക്ക് ചെയ്തിരുന്നെന്ന് പറയണമല്ലോ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുക. അല്ലാണ്ട് ഇത് വിൽക്കാനാണെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നെ ഗ്ലോബൽ ടെൻഡർ വിളിക്കാനായിട്ട് ഇവർ പറയുന്നുണ്ട്, അതും പറ്റൂല. അതായത് സമരവുമായി മുന്നോട്ട് പോകാനാണ് മുന്നോട്ട് പോകാനാണ് INTUC തീരുമാനം. ഇന്നിപ്പോ ഞാൻ അറിഞ്ഞ വിവരം, ഇവിടെ ഇപ്പൊ ചാനലുകാർ പോയി അവിടെ വിവരം അറിഞ്ഞത് വെച്ചാൽ ഇവിടുത്തെ ഡിവിഷണൽ മാനേജർ, അതായത് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയേക്കണ ഒരു ടെക്നിക്കലി ഡിവിഷണൽ മാനേജർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരും എല്ലാവരും കൂടി പത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാനേജ്മെന്റ് MDയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇത് ആത്മഹത്യയല്ല, ഇത് ആത്മഹത്യ ചെയ്തേക്കുന്നത് ഇതുകൊണ്ടല്ല, അത് നേരത്തെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് അവിടെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആ ഡിവിഷണൽ മാനേജർ ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അതായത് ഏത് രൂപത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തൊഴിലാളി സംഘടന? ശക്തമായിട്ട് എല്ലാവരും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ സമരത്തിൽ നിൽക്കും. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത്, നമ്മളിപ്പോ പണിമുടക്കെന്ന് പറയാനായിട്ട് പണിയില്ലല്ലോ, പിന്നെ പണി മുടക്കാൻ പറ്റൂല്ലോ. മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ ആലോചിക്കും, കൂട്ടമായിട്ട് ആലോചിക്കും. ഏതൊക്കെ തൊഴിലാളി സംഘടനകൾ ഇവിടെ നിലവിൽ ഇവിടെ STU ഉണ്ട്, INTUC ഉണ്ട്, AITUC ഉണ്ട്. ഭരണാനുകൂല അല്ലെങ്കിൽ CPM അനുകൂല സംഘടന CIT സംഘടനകൾ ഇത്രയും വിഷയം നടന്നിട്ട് CPM അനുകൂല സംഘടനകൾ, CIT എന്ന് പറയുന്ന സംഘടനകളുടെ ചില പ്രവർത്തകർ എത്തിയെന്നല്ലാതെ ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഔദ്യോഗിക നേതാക്കന്മാർ ആരും വന്നിട്ടില്ല, ഇവിടുത്തെ ജനറൽ സെക്രട്ടറി വന്നിട്ടില്ല, തൊട്ടപ്പുറത്തെ ജനറൽ സെക്രട്ടറി താമസിക്കുന്നത്. അപ്പോൾ CITന് എന്തോ വേറെ ഇടൻ അജണ്ടയാണ്. AITUCയും INTUCയും STUയും സംയുക്തമായിട്ടാണ് ഞങ്ങൾ ഇത്ര നാളും സമരം നടത്തിയതും. AITUCയുടെ സെക്രട്ടറി ഉണ്ട്, AITUCയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, പിന്നെ കുറച്ച് പേര് മാത്രം 2-3 ഈ CITയോട് ഒരു വിഭാഗീയത തോന്നിയിരിക്കുന്ന ആൾക്കാർ ഇവരുടെ പ്രവർത്തനം നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പഴയ സമരത്തിലും കൂടിയിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതിന്റെ നീചസ്ഥിതി. പിന്നെ ഞാനിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, ഇതിന്റെ ഉത്തരവാദിത്തം മാനേജിംഗ് ഡയറക്ടർക്കാണ്. ഈ ആത്മഹത്യാ പ്രേരണതയ്ക്ക് കേസെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് പോകും, AC-ക്കാണ് പരാതി കൊടുക്കുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നുണ്ട്. ജീവനക്കാരനാണ് ഞാൻ ഇരുമനം മേഖല INTUCയുടെ മണ്ഡലം പ്രസിഡന്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുമനത്തിന്റെ അഭിമാനമായിരുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ഇരുമനത്ത് കൃഷിപ്പണികളും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സമയത്താണ് ഈ ഇത്തരം ഒരു കമ്പനി വന്നതും ഈ ഇരുമനം മേഖല ഒരു പുരോഗതിയിലേക്ക് വന്നത് ഈ കമ്പനി വന്നേ പിന്നെയാണ്. ഈ കമ്പനി നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. ഇവിടെ നിരവധി സമരങ്ങൾ നടന്നുവെങ്കിലും ഞങ്ങൾ ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെയുള്ള തൊഴിലാളികളുടെ കൂടെ എല്ലാ സമരത്തിനും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി നിലനിർത്താൻ ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി അധിഷ്ഠിതമായ ഒരു സർക്കാരാണ്. ഒരു വ്യവസായ സ്ഥാപനം പൂട്ടുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം.
വ്യവസായശാലകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു തൊഴിലാളി ഇവിടെ ആത്മഹത്യ ചെയ്തു 10 മാസമായിട്ട് ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. നിരവധി മന്ത്രിയല്ല ശ്രമിക്കുന്നത് ഇത് വിൽക്കാനാണ്, വിൽക്കുകയല്ല ഇത് വേണ്ടത്. ഇതൊക്കെ പൊതുമേഖലകളെ സംരക്ഷിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നവരാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ സമരത്തിനും ഇരുമ്പൻ മേഖലയിലെ തൊഴിലാളി പ്രതി എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ശക്തമായ പിന്തുണ ഇവർക്ക് നൽകും. തീർച്ചയായും എബി, പുറത്തുള്ള നാട്ടുകാർ അടക്കം ഈ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജീവനക്കാരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ഇവരുടെ സഹപ്രവർത്തകൻ ഉണ്ണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് MD-ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകാൻ INTUC ഇവിടുത്തെ INTUC യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും. നീതി ലഭിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ തൊഴിലാളികളുടെ തീരുമാനം. എബി, നിതിൻ, ഈ ഇവരുടെ പ്രതികരണത്തിനിടയിൽ നിന്ന് നമുക്ക് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട ഈ കമ്പനി അത് ഒരു തരത്തിലും ഇതിനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ഒരു ആത്മഹത്യയായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രതികരണമാണോ അവർ നടത്തിയിരിക്കുന്നത്? തീർച്ചയായും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇവർ പറയുന്നത് കമ്പനി അല്പസമയത്തിനകം കമ്പനിയുടെ ഡയറക്ടർ ഇത്തരത്തിൽ പ്രതികരിക്കും. കാരണം ഈ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ഈ ജീവനക്കാരൻ ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയല്ല മറ്റെന്തോ പ്രശ്നങ്ങളാണെന്ന രൂപത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണ് കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം. എന്തായാലും ഔദ്യോഗികമായി അത്തരത്തിൽ ഒരു പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത്തരത്തിലുള്ള പ്രതികരണത്തിനാണ് സാധ്യത എന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. പക്ഷേ ഇവർ പറയുന്ന ഒരു ന്യായമായ കാര്യം, നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ അത് കണ്ടതാണ്. ഇവരുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ 1996 ജോലിക്ക് കയറിയ ഒരു ജീവനക്കാരനാണ് ഇത്തരത്തിൽ സ്വിഗ്ഗിയിൽ ഓടി അദ്ദേഹം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മുന്നോട്ട് പോകുന്നു. ചിലർ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു, മറ്റു ചിലർ പുറത്ത് മറ്റ് ജോലികൾക്ക് പോയിട്ടാണ് കുടുംബം നോക്കുന്നത്. ഇത്തരത്തിലാണ് ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥയാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊന്നും പുറംലോകം അറിയാറില്ല എന്നതാണ് സത്യം. ഈ ഇവരുടെ സഹപ്രവർത്തകന്റെ ഒരു മരണത്തോടു കൂടിയാണ് ഇത്ര ദയനീയ അവസ്ഥയിലാണ് ഇവിടെയുള്ള ജീവനക്കാർ ജീവിക്കുന്നതെന്നൊരു വാർത്ത പുറംലോകത്തേക്ക് എത്തുന്നത്. എന്തായാലും ഈ വാർത്തകൾ കൊണ്ട് എങ്കിലും ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ പെട്ടെന്ന് അടിയന്തരമായി ഒരു സർക്കാർ ഒരു നടപടി സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും ഇവർ ഇനി പറയുന്നത് ഇനി ഒരു ഇഞ്ച് പോലും പിറകോട്ടില്ല. നാളുകളിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അവസാന ശ്വാസം വരെ സമരവുമായി മുന്നോട്ട് പോകും. നീതിയില്ലാതെ ഇനി പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇവിടെയുള്ള ജീവനക്കാർ. എബി, മന്ത്രിയുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. മന്ത്രി ഇതിനെ അത്തരത്തിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുമേഖലാ സംവിധാനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ലാഭത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ട്രാക്കോ കേബിൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഒരു തരത്തിലും മറികടക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായിരുന്നു ട്രാക്കോ കേബിൾ എന്നുള്ളൊരു കാര്യം മന്ത്രി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ മരണം ഈ നിലയ്ക്ക് അപ്പോൾ അവർ ആരോപിക്കുന്ന രീതിയിൽ കമ്പനിയുടെ മേലധികാരികൾ ഒരുപക്ഷെ പറയാൻ സാധ്യതയുള്ളത് ഇതാണ് എന്ന നിലയ്ക്ക് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടല്ല ഇങ്ങനെ ഒരാൾ ജീവനൊടുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ളൊരു പ്രതികരണം ഒരുപക്ഷെ അതിനോട് സമാനമായ രീതിയിലുള്ള പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളൊരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ലാഭത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഉള്ളു പൊള്ളയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ നിലവിൽ ഇത്തരം ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ? തീർച്ചയായും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ്, അല്ലെങ്കിൽ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ കൈപിടിച്ചു കയറ്റിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പരസ്യങ്ങൾ നൽകുന്നു. വലിയ തുക ഉപയോഗിച്ച് PRD പരസ്യങ്ങൾ നൽകുമ്പോൾ അതേ സാഹചര്യത്തിലാണ് എറണാകുളത്ത് നമുക്ക് ഇത്തരത്തിൽ ഏറെ ജീവനക്കാർ നമ്മളോട് പ്രതികരിച്ചു. നമ്മുടെ പ്രേക്ഷകർ അത് കണ്ടതാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് അതീവ ദയനീയ അവസ്ഥയിൽ ഇപ്പോഴും ജീവിക്കുന്നു. 11 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. 30-ലേറെ മാസമായി ഇവരുടെ PF അടച്ചിട്ടില്ല. ഇത്തരത്തിൽ അതീവ ദയനീയ അവസ്ഥയിൽ ഇവർക്ക് ജോലിയില്ല. പലപ്പോഴും പലരും പുറത്ത് മറ്റ് ജോലികൾക്ക് പോയിട്ട് ഏറെക്കാലം സർവീസുള്ള 30-32 വർഷം സർവീസുള്ള ആളുകളാണ് പുറത്ത് മറ്റ് ജോലികൾക്ക് പോയി കുടുംബം പോറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ശമ്പളം ലഭിക്കാത്തതിനാൽ പലരുടെയും കുടുംബം തകർന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ ഇവിടെയുള്ള ജീവനക്കാരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥയാണ്. അത്തരത്തിലാണ് ഇവിടെയുള്ള ജീവനക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും സർക്കാർ പരസ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന തുകകൾ കൊണ്ടടക്കം ഇവരെ നേർവഴിക്ക് നയിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് ചെറിയൊരു ആശ്വാസം നൽകാൻ കഴിയും. അത്തരത്തിൽ ഒരു ആശ്വാസം നൽകാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല.
മനസ്സിലാകുന്നില്ല. അപ്പോഴും ഇവിടെ ജീവനക്കാർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 36 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ സ്ഥാപനത്തിലെ സ്വത്ത് വിറ്റുകൊണ്ട് അതിൽ നിന്ന് ലാഭം കണ്ടെത്താനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. MD ഉൾപ്പെടെയുള്ളവർക്ക് അത്തരത്തിൽ തങ്ങളുടെ സ്വത്ത് വിൽപ്പന നടത്താനാണ് താല്പര്യം. ഈ സ്ഥാപനത്തിന്റെ 36 ഏക്കറോളം വരുന്ന സ്ഥാപനത്തിന്റെ സ്വത്തുവകകൾ വിൽക്കാനാണ് താല്പര്യം. അല്ലാതെ ഈ സ്ഥാപനം രക്ഷപ്പെടുത്താനല്ല എന്ന് രക്ഷപ്പെടുത്താനല്ല എന്ന് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജീവനക്കാർ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇവർക്ക് നീതി ലഭിക്കണം. ഇവർക്ക് 11 മാസമായി മുടങ്ങിക്കിടക്കുന്ന വേതനം ലഭിക്കാതെ ഇനി ഒരടി പോലും മുന്നോട്ടില്ല എന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. എബി, കേരളത്തെ വെളിച്ചം കാണിച്ച സംവിധാനമായിരുന്നു. അതിൻ്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാക്കോ കേബിൾ എന്ന് പറയുന്ന സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പൊതുമേഖലാ സ്ഥാപനമായി ഉയർന്നു വന്നു. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ അഭിമാന സ്തംഭമായി മാറിയ സംവിധാനമാണ്. അവിടെയാണ് ഇങ്ങനെ കഴിഞ്ഞ 11 മാസമായി ശമ്പളം മുടങ്ങിയ അവസ്ഥ. കഴിഞ്ഞ 2 വർഷമായി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാത്ത സാഹചര്യം. 36 മാസങ്ങളായി PF അടയ്ക്കാത്ത സാഹചര്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ആ തൊഴിൽ സംവിധാനത്തിലുള്ള മുഴുവൻ തൊഴിലാളികളും മറ്റു പല ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ. അങ്ങനെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിലും അത് സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത മൂലമുള്ള ഒരു സംഭവമായി അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെ പോവുക എന്നുള്ളത് തന്നെയാണ് കമ്പനി ജീവനക്കാരുടെ തീരുമാനം. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ 3-4 പതിറ്റാണ്ടുകളായി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ അവസാനം പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ അവർക്കുള്ള ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമാക്കാത്ത അവസ്ഥ. അത് ലഭിക്കണമെങ്കിൽ കോടതിയിൽ നിയമപോരാട്ടം നടത്തേണ്ട ഗതികേട് തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് പറയുന്നു ഈ കമ്പനിയിലെ ജീവനക്കാർ. ട്രാക്കോ കേബിൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കമ്പനി, പൊതുമേഖലാ സ്ഥാപനം, അതിൻ്റെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തത്. നിതിൻ പ്രഭാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.